എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് പോകുന്നതിന് മുന്നേ നമ്മുടെ മുറിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു റൂമിലേക്ക് ആദ്യത്തെ ദിവസം നമ്മൾ എത്തിപ്പെട്ട ഒരു കഥയാണ്. ആദ്യത്തെ ദിവസം നമ്മൾ കോളേജിലെത്തിയപ്പോൾ ആദ്യം ഞാൻ പരിചയപ്പെട്ടത് സന്ധ്യനെയാണ്. സന്ധ്യ വഴി നമ്മൾ സാണ്ടേനെ പരിചയപ്പെട്ടു. സാണ്ട നേരെ എന്നെ ഇതേ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് വന്നപ്പോൾ ഇതേ ഇവരെന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇതേ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ഇവരെല്ലാവരും നമുക്ക് നല്ലൊരു ഓർമ്മയാണ്. എന്നും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല ഓർമ്മകൾ മാത്രമാണ് നമുക്ക് ഈ വീട്ടിൽ നിന്നും ഈ ഒരു നാട്ടിൽ നിന്നും നമ്മുടെ കോളേജിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് അതെല്ലാം നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ ആ ഓർമ്മകളൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മളിങ്ങോട്ട് തിരിച്ച് വരുന്നതിലൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഓരോരോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഇതേ കോളേജൊക്കെ കണ്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ദേ വീട്ടിലെത്തിയപ്പോൾ ദേ ഇനി ഞാൻ വീട്ടിലെത്തി. ഇനി അടുത്ത ആൾ ദേ പാക്ക് ചെയ്ത് അങ്ങനെ ദേ ഏട്ടനും പോവുകയാണ് ഗൈസ്. അപ്പോൾ ഏട്ടനൊരു 2 മാസത്തേക്ക് ഇതേ മുംബൈ വരെ ഒന്ന് പോവുകയാണ്. ചെറിയൊരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾ അങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദേ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഏട്ടൻ നമ്മളോടൊക്കെ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ മെയിൻ താരമായ നമ്മുടെ ജഗ്ഗുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ജഗ്ഗുവിന് ചെറുതായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു ഏട്ടൻ പോവുകയാണെന്ന്. ആൾക്കാർ ചെറിയ സങ്കടം വന്ന ഇങ്ങനെയാണ് ആൾ പൊതുവേ കാണിക്കാറ്. അപ്പോൾ ജഗ്ഗുവിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. പതിവില്ലാത്തൊരു തലോടലൊക്കെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായിട്ടുണ്ടാവും എന്തോ പോവുകയാണ്. അങ്ങനെ ജഗ്ഗു സങ്കടത്തോടെ നമ്മളെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അച്ഛമ്മയും എല്ലാവരും കൂടെ ഏട്ടനെ കൊണ്ടുവെക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഏട്ടൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പോകുന്നത് ആലോചിച്ച് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ഏട്ടൻ കോളേജ് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ എന്താവശ്യത്തിന് എന്തിനും ഏട്ടനാണ് വീട്ടിലെപ്പോഴും ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് ഏട്ടൻ ഇപ്പോൾ ഒന്ന് പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു സങ്കടമൊക്കെ ഉണ്ട്. അങ്ങനെ അത് ഏട്ടൻ്റെ ട്രെയിൻ വന്നു. ഏട്ടൻ കയറി. അങ്ങനെ ഏട്ടനെ നമ്മൾ ബൈ ബൈ പറഞ്ഞയച്ചു. അപ്പോൾ ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇനി ഏട്ടൻ എന്നാ വരിക എന്നൊന്നും അറിയില്ല. എന്തായാലും 1 മാസമൊക്കെ കഴിയും. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ബൈ.